എല്ലാവർക്കും നമസ്കാരം. ഞായറാഴ്ചയാണ്. ഇപ്പോൾ രാവിലെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ വണ്ടി ഒന്ന് ശരിയാക്കാമെന്ന് വെച്ചിട്ട് നേരെ പാരിപ്പള്ളി പോയി. ആസ് യൂഷ്വൽ ഇന്ന് കട തുറന്നിട്ടില്ല, ഞായറാഴ്ചയാണ്. പിന്നെ ഒന്നും നടന്നില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ NH-66 കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പല അണ്ടർ പാസുകളിലെ അവസ്ഥകളാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളക്കെട്ടാണ്. ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഭയങ്കര വെള്ളക്കെട്ടാണ്. നമ്മുടെ ഡൽഹിയിലൊക്കെ പല അണ്ടർ പാസുകൾ ഇതിനൊക്കെ വെള്ളം കയറി വലിയ ബസ്സുകൾ തന്നെ അതിൽ പെട്ടുപോയിട്ടുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് അനുയോജ്യമായ ഒരു കൺസ്ട്രക്ഷൻ അല്ല ഇത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ എലിവേറ്റ് ആയിട്ടുള്ള ഒരു ഹൈവേ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഒരു ഹൈവേ. പല സ്ഥലത്തും നമുക്കൊരു എന്താ പറയുക, ചെറിയ രീതിയിലുള്ള സിഗ്നലൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ബാക്കി റോഡിനെ അണ്ടർപാസിലൂടെ ചെയ്ത് എങ്ങനെയൊക്കെ മതിയായിരുന്നു എന്ന് തോന്നലുണ്ട്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതി, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വലിയ എലിവേറ്റഡ് ആയിട്ടുള്ള വലിയ ഇങ്ങനെ മണ്ണ് കെട്ടി പൊക്കിയിട്ടുള്ള ഹൈവേകളുണ്ട്. അത് അവർക്കതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച സമയത്താണ് ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരെ തെങ്കാശി വിട്ടു. ഇപ്പോൾ ഉച്ചയായി സമയം. ഇനിയിപ്പം പോകുന്ന വഴി കണ്ട കാഴ്ചകളാണിത്. ഇതിപ്പം വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയാണ്. ഈ PVC പൈപ്പ് വെച്ചിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതുവഴി പോയപ്പോഴാണ് ഒരു മയിലും കൂടെ അതുവഴി ഉണ്ട്. ഇപ്പോൾ ഈ തെന്മല പോകുന്ന വഴി എന്ന് വെച്ചാൽ കുളത്തൂപ്പുഴ തെന്മല പോകുന്ന വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ഈ മയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു ചായക്കടയുണ്ട്. അവിടെ നിന്നൊരു കടിയും വാങ്ങി. ഈ കടയുടെ ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ ഉണ്ട്, പിന്നീട് എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അപ്പം വളരെ സത്യസന്ധനായ മനുഷ്യനാണ്. ഇതിപ്പം ഇനി ഇവിടെ നമ്മൾ നേരെ കുളത്തൂപ്പുഴ തെന്മല ഇത് തെങ്കാശി, ഇങ്ങനെയാണ് പോകുന്നത്. ഇത് തെന്മല ഡാമാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തെന്മല ഞാൻ സ്ഥിരം പോകുന്ന വഴിയാണ് ഇവിടെ. കാരണം ഒരു എന്താ പറയുക, റീഫ്രഷിങ് ആണ് നമ്മൾ ടോട്ടലി. നമുക്കിപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളവർക്ക് ഒരു എന്താ പറയുക, മൈൻഡിനെ ടോട്ടലി റീഫ്രഷ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ഥലമാണിത്. തെങ്കാശിയിലിട്ട് നേരെ വിട്ടാൽ മതി. അത്ര നല്ല എന്താ പറയുക, ഭയങ്കര ഒരു നേച്ചറുമായിട്ട് വളരെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും. നല്ല രസമാണ്. ഫുള്ള് കാടും മലയും അരുവികളും. നമ്മൾ ഈ ഇപ്പുറത്ത് കണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജാണ്, ആർച്ച് ബ്രിഡ്ജാണ്. അതിലൂടെ ഒരു ട്രെയിൻ ട്രാക്കും പോകുന്നുണ്ട്. അടുത്ത മാസമാണെന്ന് തോന്നുന്നു എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു സ്റ്റേറ്റിൽ പോകേണ്ടി വരും, കർണാടകയിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇതുവഴി ഒരു റൂട്ടുണ്ട്. ഞാൻ അറിയത്തില്ല പോവോ ഇല്ലെന്ന്. അപ്പം പോകാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റും. ഇതിപ്പം പ്രോപ്പർ തമിഴ്നാട്ടിൽ കയറി നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തെങ്കാശി എത്തും, ചെങ്കോട്ട എത്തും. ഇതിപ്പോൾ തെങ്കാശി പോകുന്ന വഴിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ പ്രോപ്പർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തെങ്കാശി ചെങ്കോട്ട അങ്ങനെയുള്ള പാർട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ട്, നമ്മൾ ഈ മലഞ്ചെരുവ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഒരുപാട് കൃഷിയുണ്ട്. അതിൻ്റെ കൂടെ നല്ല മലനിരകളെ തൊട്ട് പോകുന്ന ഈ പറയുന്ന എന്താ പറയുക, കാർമേഘങ്ങളും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും നല്ല കാറ്റ്, നല്ല രസമാണ്. എനിക്കൊന്നും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ എനിക്ക് തമിഴ്നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് പിന്നെ പോയി ഒരു ചായയും കുടിച്ചു. എന്തായാലും ഒരു വടയും കഴിച്ചു, ചായയും കഴിച്ചു. പക്ഷേ വരുന്ന വഴി ഒരു കാര്യം കേട്ടത്, ഞാൻ കഴിക്കാൻ കയറിയ ഒരു ചായക്കട, വളരെ ചെറിയ ചായക്കടയാണ്. പക്ഷെ അവിടെ ഇരുന്ന് 2 പേര് സംസാരിച്ച കാര്യം വളരെ എന്താ പറയുക, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. അവർ കർഷകരാണ്, ഏക്കർ കണക്കിന് കൃഷിയുള്ള ആൾക്കാരാണ്. അവർ വിഴിഞ്ഞത്തിൻ്റെ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറയുകയാണ്. 24 സെൻറ്റിന് 24 കോടി രൂപയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. 24 സെൻറ്റിന് 24 കോടിയോ? ഞാൻ തന്നെ ഞെട്ടി. 24 സെൻറ്റിന് എനിക്ക് തോന്നുന്നു സെൻറ്റിന് അതിൻ്റെ ഇരട്ടി ക്യാഷൊക്കെ ആയി തുടങ്ങി ട്രിവാൻഡ്രം ഭാഗത്ത്. എന്തായാലും അവരുടെ ഓണേഴ്സൊക്കെ ആരൊക്കെയോ വാങ്ങുന്നെന്നോ എന്തൊക്കെയാണ് കഥ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ എന്താ പറയുക, ആൾക്കാർക്കൊക്കെ ഇപ്പം കർഷകരാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ കഥകളാണ് അവർ പറയുന്നത്. അതൊക്കെ ഒരു രസമാണ്. ഇതിപ്പം നമ്മുടെ തിരിച്ച് വരുന്ന വഴിയിലുള്ള ഒരു കടയാണ്. അവിടെ നമുക്ക് ചിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും.